അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ഇൻ്റർനാഷണൽ ട്രാവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ഏപ്രിൽ മാസം 9-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 5 മണി. ഞാനിപ്പം കറൻ്റ്ലി ഉള്ളത് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു അടുത്ത ഇൻ്റർനാഷണൽ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ആക്ച്വലി 2 ഇൻ്റർനാഷണൽ യാത്ര പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്കും ഒന്ന് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലേക്കുമായിരുന്നു. ഉസ്ബെക്കിസ്ഥാനൊക്കെ പോയ സമയത്ത് എൻ്റെ മനസ്സിൽ കൂടിയ സെൻട്രൽ ഏഷ്യൻ ഒരു കൺട്രിയിലേക്കാണ് ഞാൻ ആക്ച്വലി പോകുന്നത്. സെൻട്രൽ ഏഷ്യയിലെ എന്താ പറയുക, യൂറോപ്പ് എന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നോ ഒക്കെ വിളിക്കുന്ന ഇന്ത്യക്കാർക്ക് ഏറ്റവും ചിലവ് കുറച്ച് പോയി വരാൻ പറ്റുന്ന കസാക്കിസ്ഥാനിലേക്കാണ് എൻ്റെ അടുത്ത യാത്ര. അപ്പോൾ ഞാനിപ്പോൾ കറൻ്റ്ലി ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഉച്ചയ്ക്കായിരുന്നു എനിക്ക് ട്രിവാൻഡ്രത്തു നിന്നുള്ള ഫ്ലൈറ്റ്. ട്രിവാൻഡ്രത്തു നിന്ന് 12:30 ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഡൽഹിയിലെത്തി. വന്നിട്ട് എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പം എനിക്ക് രാത്രി 1 മണിക്കാണ് ഡൽഹിയിൽ നിന്നും കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ അടുത്ത ഒരു 4 നൈറ്റും 5 പകലും നമ്മൾ കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിലായിരിക്കും. ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോലെയും പ്രത്യേകിച്ച് പാക്കേജോ ഗൈഡോ ഒന്നും എടുത്തിട്ടല്ല നമ്മൾ പോകുന്നത്. സ്വന്തമായിട്ട് പ്ലാനൊക്കെ ചെയ്തിട്ട് പോവുകയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആൻഡ് മോസ്റ്റ് സാറ്റിസ്ഫൈങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസാക്കിസ്ഥാനിലേക്ക് ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ്. എന്നുവെച്ചാൽ വിസ ഓൺ അറൈവലോ വിസയോ ഒന്നും എടുക്കേണ്ട. ടിക്കറ്റും അക്കോമഡേഷനും പാസ്പോർട്ടുമായിട്ട് മാത്രം പോയാൽ മതി. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയുന്ന സെൻട്രൽ ഏഷ്യയിലെ ഒരു അതിമനോഹരമായിട്ടുള്ള രാജ്യമാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. മൗണ്ടെയ്ൻസും ലേക്കും. ഒബ്വിയസ്ലി അതൊരു സോവിയറ്റ് യൂണിയൻ്റെ കീഴിലുള്ളൊരു നഗരമായതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിന് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോകെ പറയാം. ഞാനിപ്പോൾ എന്താ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2-ൽ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കുകയാണ്. ഈ 2 ബാഗുകളെ കയ്യിലുള്ളൂ കേട്ടോ. ചെറിയൊരു ബാക്ക് പാക്കും പിന്നെ ചെറിയൊരു ഒരു ലഗേജും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസൊക്കെ പോകെ പറയാം. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനൽ 2-ലെ അറൈവൽ ഹാളാണ് ആക്ച്വലി. അപ്പോൾ അവിടെ ഞാൻ എന്തായാലും പോസ്റ്റായിട്ടിരിക്കുകയാണ്. നമുക്കിനിപ്പോൾ രാത്രി 1 മണി വരെ സമയമുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് ലോഞ്ചിലൊക്കെ ഒന്ന് കയറി പിന്നെ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് പതുക്കെ കയറാം. എന്തായാലും പോകുന്ന വഴിക്ക് ബാക്കിയുള്ള ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും ഒക്കെ പറയാം. ഒബ്വിയസ്ലി നാളെ ഒരു സമയത്ത് കസാക്കിസ്ഥാനിലേക്ക് പാക്കേജ് ഒന്നും എടുത്ത് പോകാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർക്കുള്ള എല്ലാ ഇൻഫർമേഷൻസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു ട്രാവൽ സീരീസ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഈ ഒരു ട്രാവൽ സീരീസ് നാളൊരു സമയത്ത് നിങ്ങളുടെ പ്ലാനിൽ ഉൾപ്പെടുത്താൻ കഴിയും. നിങ്ങൾ കസാക്കിസ്ഥാനിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. ആക്ച്വലി ഉസ്ബെക്കിസ്ഥാൻ പോകുന്ന സമയത്ത് എനിക്ക് അതുവഴി കസാക്കിസ്ഥാൻ പോകണം എന്നായിരുന്നു പ്ലാൻ. കാരണം നമുക്ക് അതുവഴി ട്രെയിനിൽ വഴിയൊക്കെ നമുക്ക് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കൺട്രി ടു കൺട്രി പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് അത്ര ലീവ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്ന് അങ്ങനെ ഒരു പ്ലാൻ എടുക്കാഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു യാത്രയായിട്ട് നമ്മളിപ്പോൾ കറൻറ്റ്ലി കസാക്കിസ്ഥാനിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകെ പറയാം. വരുന്ന എപ്പിസോഡുകളൊക്കെ എല്ലാവരും കാണുക. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ഇൻ്റർനാഷണൽ ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ടെർമിനൽ 2-ൽ. ഇതിപ്പോൾ ഒരു ഡൊമസ്റ്റിക് ടെർമിനലാണ്. ഡൊമസ്റ്റിക് അറൈവലാണ് ഈ ഒരു ഏരിയയിൽ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പം കുറേ നേരമായിട്ട് ഇരിക്കുന്നതിൽ തന്നെ ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ വരുന്നു പോകുന്നു. ഇഷ്ടം പോലെ ഉണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു കുറേ ആൾക്കാർ ഇവിടെ കൺവെയർ ബെൽറ്റിൻ്റെ ഇവിടെ ലഗേജും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഭയങ്കര തിരക്ക്. അപ്പോൾ അതേ ടെർമിനൽ 2-ൽ നിന്ന് ഞാൻ ജസ്റ്റ് ഇറങ്ങി ലഗേജൊക്കെ ഉരുട്ടിക്കൊണ്ട് നേരെ ഇനി ടെർമിനൽ 3-ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാത്രി ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ പോയി അകത്ത് കയറി കുറച്ച് നേരം ഇരിക്കാം. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അൽമാട്ടിയിലേക്കുള്ള എയർ അസ്താനയുടെ ഫ്ലൈറ്റിൻ്റെ ചെക്കിനൊക്കെ ഓപ്പൺ ആകത്തുള്ളൂ. എന്നാലും നമുക്കൊരു 2-3 മണിക്കൂറുണ്ട്. എന്തായാലും ജസ്റ്റ് അകത്ത് കയറിയിട്ട് ടെർമിനൽ 3-ൽ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ടെർമിനൽ 3-ലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ വന്നിട്ടുള്ളവർക്കറിയാം ടെർമിനൽ 2-ൽ നിന്നും ടെർമിനൽ 3-ലേക്ക് ഏകദേശം ഒരു 4-5 മിനിറ്റ് നടന്നാൽ മതി. ആ ഒരു ടെർമിനലിൽ നമുക്ക് അടുത്ത ടെർമിനലിൽ എത്താം. ഡൽഹിയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട്. രാത്രി 7 മണിയാണെങ്കിൽ നല്ല ചൂട് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, ഈ ഒരു ടെർമിനൽ 3-യെയും 2-യെയും കണക്ട് ചെയ്യുന്നൊരു വാക്ക് വേ ആണ്. ഈ ഒരു വാക്ക് വേയിലൂടെ നടന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ടെർമിനൽ 3-യുടെ സൈഡിലെത്താൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഡൽഹി മെട്രോയും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം, ബസ്സും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ആ ഒരു സൈഡിൽ. അപ്പോൾ എന്തായാലും പോട്ടെ.
അപ്പോൾ ഞാൻ ടെർമിനൽ 3യുടെ അറൈവൽ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ഇതേ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. KFCയും വാവുമോയും വാങ്കോയും ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ യൂഷ്വലി KFC ഒക്കെ കഴിക്കുന്നതാണ് നമ്മൾ ട്രാവലൊക്കെ ചെയ്യാൻ വരുമ്പോഴത്തേക്ക്. അപ്പോൾ ടെർമിനൽ 3യുടെ അറൈവൽ ഹാളാണിത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലോട്ട് കയറണം. മുകളിലാണ് നമുക്ക് ഡിപ്പാർച്ചർ വരുന്നത് ടെർമിനൽ 3യുടെ. അപ്പോൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഞാൻ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഡിപ്പാർച്ചറിൽ. ദേ കണ്ടല്ലോ ഡിപ്പാർച്ചറിൽ നിന്നുള്ളൊരു കാഴ്ച. എന്തായാലും അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ദേ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. 1:10 എയർ അസ്താനയുടെ KC 964 എന്ന് പറഞ്ഞിട്ട് അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെക്ക് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും 2-3 മണിക്കൂർ പോസ്റ്റ് ആവും ഞാൻ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നൈസിന് ഇരുന്നിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ അകത്ത് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്കി കുറേ ഫ്ലൈറ്റ്സിൻ്റെ ചെക്കിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ കട്ട പോസ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് പറയാം. അപ്പോൾ നമ്മൾ പോകുന്നത് കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യയിലെ ഒരു കുറച്ച് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രിയിലേക്കാണ്. പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ഈ ഒരു കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കുറേയധികം മലയാളികളും കസാക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ കസാക്കിസ്ഥാനിൽ മെയിനായിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലം അൽമാട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. പിന്നെയും മേജറായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഇന്ത്യയിൽ നിന്നും കസാക്കിസ്ഥാനിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡൽഹിയിൽ നിന്നാണ്. 2025 ഏപ്രിൽ മുതൽ മുംബൈയിൽ നിന്നും ഡയറക്റ്റ് സർവീസ് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. പക്ഷേ അത് സ്റ്റാർട്ടായിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. 3 ഫ്ലൈറ്റുകളാണ് ബേസിക്കലി ഉള്ളത്. 1 ഇൻഡിഗോ, 2 കസാക്കിസ്ഥാൻ്റെ ഫ്ലൈറ്റായിട്ടുള്ള എയർ അസ്താന, 3 ഈ എയർ അസ്താനയുടെ തന്നെ ഒരു ചീപ്പസ്റ്റ് വേർഷനായിട്ടുള്ള എയർ അറിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ എയർ അറിസ്ഥാൻ കറൻ്റ്ലി ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന കസാക്കിസ്ഥാനിലേക്ക് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അത് ആക്ച്വലി ഭയങ്കര ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റാണ്. ചെക്കിൻ ബാഗേജും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ 4000-5000 രൂപയ്ക്കൊക്കെ ഡൽഹിയിൽ നിന്ന് മുംബൈയിൽ നിന്നൊക്കെ തുടങ്ങിയ സമയത്ത് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ഫ്ലൈറ്റ് അവർ നിർത്തി. ഇപ്പം കറൻ്റ്ലി നമുക്ക് ഇൻഡിഗോയും എയർ അസ്താനയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് 23-25 കിലോയോളം ചെക്കിൻ ബാഗേജും ഹാൻഡ് ബാഗേജും ഒക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ ഫ്ലൈറ്റ് റേറ്റ് ഏകദേശം ഒരു 11 മുതൽ അങ്ങോട്ട് കൂടും. അപ്പം എനിക്ക് ആക്ച്വലി ഡൽഹിയിൽ നിന്നും അൽമാട്ടി വരെ 14,000 രൂപയാണ് ഒരു സൈഡായത്. നമ്മൾ പോകുന്നത് കസാക്കിസ്ഥാൻ്റെ തന്നെ ഫ്ലൈറ്റ് ആയിട്ടുള്ള എയർ അസ്താനയിലാണ്. നമുക്കതിൽ ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ലഗേജ് 23 കിലോ ചെക്കിൻ ബാഗേജും 8 കിലോ ഹാൻഡ് ബാഗേജും മറ്റോ കണ്ടാണെന്നുള്ളത്. ഇൻഡിഗോയിലും ഏകദേശം ആ ഒരു സെയിം റേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളെപ്പോഴും ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2 മാസമെങ്കിലും ഗ്യാപ്പിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇപ്പം ഞാൻ പോകുന്ന ഈ ഫ്ലൈറ്റിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 40,000-50,000 രൂപയൊക്കെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നീട് ഒരു മെയിൻ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അൽമാട്ടിയിലേക്ക് അല്ലെങ്കിൽ കസാക്കിസ്ഥാനിലേക്ക് പോകുന്നതിനുള്ള എൻട്രി റൂൾ ഒന്നുമില്ല, സിമ്പിളാണ്. ഇന്ത്യൻസിന് 14 ദിവസത്തേക്ക് വിസ ഫ്രീ ആണ്. 14 ദിവസം കഴിഞ്ഞും നമുക്ക് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓൺലൈനിലായിട്ട് ഒരു വിസ എടുത്തിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ വിത്തിൻ 14 ഡേയ്സ് ടൂറിസ്റ്റ് പർപ്പസിനായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കസാക്കിസ്ഥാനിൽ ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല. റിട്ടേൺ ടിക്കറ്റും അക്കോമഡേഷൻ്റെ പ്രൂഫും ചിലപ്പോൾ എമിഗ്രേഷൻസിൽ ചോദിക്കാം. അത് ഇന്ത്യയിലെയോ അൽമാട്ടിയിലെയോ എമിഗ്രേഷൻസിൽ ചോദിക്കാം. അല്ലാതെ നമുക്ക് ഇൻഷുറൻസോ ഫണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളോ ഒന്നും വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ റിട്ടേൺ ഫ്ലൈറ്റ് കസാക്കിസ്ഥാനിൽ നിന്നും മറ്റേതെങ്കിലും കൺട്രിയിലോട്ടാണെങ്കിൽ ആ രാജ്യത്തെ വാലിഡ് വിസയോ ടൂറിസ്റ്റ് വിസയോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മേജറായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടിക്കറ്റും എടുത്ത് ഹോട്ടലും ബുക്ക് ചെയ്തിട്ട് പോയി വരാൻ പറ്റുന്നൊരു രാജ്യമാണ്. എൻട്രി റൂളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വേറെ അഡീഷണലായിട്ട് നമുക്കൊന്നും ഫണ്ടോ സംഭവങ്ങളോ ഒന്നും കാണിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് സെക്യൂരിറ്റിയും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറിയിട്ട് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. എന്തായാലും പോകെ കാണാം കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് ഇൻ തുടങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെക്ക് ഇനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി ഫ്രീക്കകത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ചെക്കിൻ കൗണ്ടറിലും ഇമിഗ്രേഷനിലും ഒക്കെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ചോദിച്ചു. റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു, തിരിച്ച് ഇന്ത്യയിലോട്ടാണോ വരുന്നത്, ഹോട്ടൽ ബുക്കിംഗ് എന്തിയെ, അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. വേറെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു തന്നില്ല കേട്ടോ. അപ്പോൾ രണ്ടും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് തന്നെ പോയി. അപ്പോൾ അത് ഡൽഹി ഡ്യൂട്ടി ഫ്രീ ആണ്. ഇൻ്റർനാഷണൽ ടെർമിനലിലുള്ള അടിപൊളി ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ. കിട്ടില്ല സാവര ഞങ്ങൾക്ക് മോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നേരെ ലോഞ്ചിലോട്ട് പോയിട്ട് ഫുഡും കാണാൻ കഴിക്കാനായിട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ലോഞ്ചിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അത്യാവശ്യം വലിയ ക്യൂ ഉണ്ട് കേട്ടോ.
അപ്പോൾ അത് നമ്മൾ ലോഞ്ചിനകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഒരു സീറ്റ് പിടിക്കണം, എന്നിട്ട് ഇരുന്നിട്ട് കഴിക്കണം. സീറ്റ് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും. അപ്പോൾ ഡൽഹി എൻക്ലാവ് ലോഞ്ചിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് സ്നാക്സ് ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. പാനിപ്പൂരി, ബേൽപൂരി, മസാൽപൂരി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ഡിഷ് ഇരിക്കുന്നത്. ചിക്കനൊക്കെ തീർന്നു കേട്ടോ. പിന്നെ കുറച്ച് വെജാണ്, ബാക്കിയെല്ലാം വെജ് ഐറ്റംസാണ്. പനീർ, ദാല്, ചോറ്, ചപ്പാത്തി. പിന്നെ ഇവിടെ കുറച്ച് സ്വീറ്റ് സൈഡ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാൻ അതിൽ നിന്ന് കുറച്ചെടുക്കട്ടെ. പിന്നെ അത് ആ ഒരു സൈഡിൽ ലിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലോഞ്ചിലെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പം 11:30 മണിയാകുന്നേ ഉള്ളൂ. നമുക്കൊരു 12 മണിക്കാണ് ആക്ച്വലി ബോർഡിങ്. 1 മണിക്കാണ് ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ്. ഞാൻ എന്തായാലും ഇങ്ങനെ ലോഞ്ചിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം. നേരെ കയറിയിട്ട് കസാക്കിസ്ഥാൻ. അപ്പോൾ ഞാൻ അതേ ലോഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ ഗേറ്റിലോട്ട് പോട്ടെ. അപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, 1:10 KC 964 അൽമാട്ടി 9A എന്ന് പറയുന്ന ഗേറ്റിൽ നിന്നാണ്. ഫ്ലൈറ്റ് വന്നിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ അസ്താനയുടെ വണ്ടിയൊന്നും കിടപ്പില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അൽമാട്ടിയിൽ നിന്ന് വരാനുണ്ടാവും. വന്നിട്ടേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകത്തുള്ളായിരിക്കും. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഗേറ്റിൽ കൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ ഫ്ലൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് കയറിയിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ഫ്ലൈറ്റ്. ഫുള്ള് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തലോണ പില്ലോ തന്നിട്ടുണ്ട് ആക്ച്വലി. പില്ലോ. പിന്നെ അവർ വേറൊരു സാധനം എന്തോ തന്നിട്ടുണ്ട്. എന്തോ നോക്കണം കേട്ടോ. പിന്നെ ഒരു ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. ഇത് ഫ്രീ ആണ് ആക്ച്വലി, കോംപ്ലിമെൻ്ററി. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു 3 സാധനമുണ്ട്. TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനെ കൊള്ളാമല്ലോ. ടച്ച് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യും. അയ്യോ വേണ്ട, കൊള്ളാം. അപ്പോൾ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ കുറച്ച് എന്താ പറയുക, ബിസിനസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്നെ കാണിച്ചില്ല. കണ്ട, അടിപൊളി കേട്ടോ. ബാക്കിലൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ്. അപ്പോൾ ഫ്ലൈറ്റ് പതുക്കെ എടുത്തു തുടങ്ങി കേട്ടോ. നമുക്ക് മാപ്പിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഫ്ലൈറ്റ് പോകുന്ന ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. സമയം ഏതാണ്ട് 1:40 ആവുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഇതിൽ നമുക്ക് കുറേ സിനിമയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് സിനിമയുണ്ട്, കുറേ ലാംഗ്വേജിലെ മൂവീസ് നമുക്ക് അവൈലബിൾ ആണ് ആക്ച്വലി. ഇംഗ്ലീഷ്, ഡച്ച്, ഫ്രാൻസ്, ഹിന്ദി. ഹിന്ദി മൂവിയെ കൊണ്ടു കേട്ടോ. ഹിന്ദി മൂവിയും കുറേ ഹിന്ദി അല്ലല്ലോ. അതുപോലെ തന്നെ മാപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഈ മാപ്പിനകത്ത് പോകുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കും. സംഭവം കൊള്ളാം കേട്ടോ. എന്തായാലും മൊത്തത്തിലൊരു ഹൈഫൈ ഫ്ലൈറ്റിൻ്റെ സെറ്റപ്പിലാണ്. എന്തായാലും നമ്മളിത് ഡൽഹിയിൽ നിന്നും അൽമാട്ടിയിലേക്ക് പോകണം. ഡൽഹിയിൽ നിന്നും അൽമാട്ടിയിലേക്ക് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ഫ്ലൈറ്റ് ടൈം ഉണ്ട്. സമയം ഇപ്പോൾ 1:40 ആവുന്നു. 1:40 ഫ്ലൈറ്റ് വിട്ടു തുടങ്ങിയത്. ഒരു 15-20 മിനിറ്റ് ലേറ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും പോവുകയാണ്. അപ്പം നമുക്ക് നേരെ അൽമാട്ടിയിലെത്തിയിട്ട് കാണാം.
ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ വിമാനത്തെ അൽമാട്ടിയിലേക്ക് ലാൻഡ് ആവുകയാണ്. നമ്മൾ അൽമാട്ടിയിൽ ലാൻഡായിട്ട് എമിഗ്രേഷൻ അങ്ങോട്ട് പോവുകയാണ്. അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ, കിട്ടിലും ഫ്ലൈറ്റ്, ഒരു രക്ഷയില്ല, അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പൈസ കുറച്ച് കൂടുതലാണെങ്കിലും സർവീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇത് അൽമാട്ടി എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനലാണിത്. അപ്പോൾ ആ ഒരു ടെർമിനലിലൂടെ നമ്മൾ ഇനിയിപ്പോൾ നേരെ എമിഗ്രേഷനോടെ പോകണം. കസ്റ്റംസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ലഗേജ് എടുക്കണം, പിന്നെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അത് പോകെ പറയാം കേട്ടോ. ഇപ്പോഴത്തെ പാസ്പോർട്ട് കൺട്രോൾ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറൊക്കെ ഇങ്ങോട്ടാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് നടന്നു പോകും കേട്ടോ. അപ്പോൾ എന്തേ നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇതേ പാസ്പോർട്ടിനകത്ത് നമുക്ക് സീലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എയർപോർട്ടിൻ്റെ ഇതേ ഈ ഒരു ലുക്ക് കണ്ട ഇങ്ങനെയാണ്. അപ്പം എമിഗ്രേഷൻ കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഗേജ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ലഗേജ് വരണം, എടുക്കണം, എന്നിട്ട് ബാക്കി പരിപാടി. അപ്പോൾ അൽമാട്ടി ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഇതേ ഇവിടെ നിങ്ങൾക്ക് കാണാം. പെർഫ്യൂമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ പെർഫ്യൂംസൊക്കെ ഉണ്ടല്ലേ, പെർഫ്യൂംസ്, ബോട്ടിൽസ്, സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ C3 ഇതേ ഇവിടെ ഉണ്ട്. നമ്മൾ സാധനം എടുക്കട്ടെ. അപ്പോൾ നമ്മളിത് എയർപോർട്ടിൽ നിന്ന് പുറത്ത് വന്നു. പുറത്ത് നമുക്ക് ഇവിടെ കുറച്ചധികം എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മണി എക്സ്ചേഞ്ചിങ് സെൻറ്ററുകളുണ്ട്. ഇവിടെ ചെറിയൊരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എമിഗ്രേഷനും കസ്റ്റംസും ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്നിട്ടാണ് കേട്ടോ. ഇവിടെയാണ് ആൾക്കാർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് കറൻസി എക്സ്ചേഞ്ച് ഉള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഏരിയയിൽ കറൻസി എക്സ്ചേഞ്ചും സിമ്മും ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കറൻസി എക്സ്ചേഞ്ചും സിമ്മും ഒക്കെ മാറാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം, എന്നിട്ട് സിം എടുക്കണം, അതാണ് പരിപാടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഫ്ലൈറ്റിൽ വന്നിട്ട് പുറത്തോട്ടൊക്കെ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങേയറ്റത്തുള്ളൊരു എക്സ്ചേഞ്ച് ഉണ്ടോ, അവിടെയാണ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൾട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഫോണാണ് അത്യാവശ്യം നല്ലതെന്ന് പറയുന്നത്. ഈ ടെലി2വും അൾട്ടലും ഒക്കെയാണ് ഇവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അൾട്ടലിൻ്റെ സിം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഇതും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നാൽ നമുക്ക് ആദ്യം പോയി മണി എക്സ്ചേഞ്ച് ചെയ്യാം. നമ്മൾ US$ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഉസ്ബെക്കിസ്ഥാനി സോമും ഉണ്ട്, അതും കൂടെ നമുക്ക് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മളിത് ഈ ഒരു എക്സ്ചേഞ്ച് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല റേറ്റ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. കാരണം വളരെ ചെറിയൊരു ചേഞ്ചസ് മാത്രമേ നിങ്ങൾക്ക് ആക്ച്വലി ഈ പറയുന്ന എന്താ പറയുക പുറത്ത് പോയി ചെയ്ത് കഴിഞ്ഞാലും കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് കറൻസി എക്സ്ചേഞ്ച് ചെയ്തത്. അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളും തന്നെ കിട്ടിയത്. 515, 522 ഉണ്ട് ആക്ച്വലി ഇവിടെ $US സെല്ല് ചെയ്യുമ്പോഴത്തേക്ക്. അത് ആക്ച്വലി ഗൂഗിളിൻ്റെ പ്രൈസിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ എന്തായാലും കറൻസി എക്സ്ചേഞ്ച് കഴിഞ്ഞു, പാസ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കത് ഈ ഒരു അൾട്ടൽ എന്ന് പറയുന്നൊരു സിം നമുക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് അൾട്ടലിൻ്റെ ഒരു സാധനം. എന്ത് ചെയ്യാം, നമുക്ക് ടെലി2വും അൾട്ടലുമാണ് ആക്ച്വലി. അപ്പോൾ ഇതിൽ ഏതാണ് എടുക്കുന്നത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ അവർ ആക്ച്വലി നമ്മളോട് പറഞ്ഞത് ഈ ഒരു ടെലി2വിൻ്റെ സിം എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതിനകത്ത് അവിടെ ടെലി2വിൻ്റെ സിമ്മിനകത്ത് മാറ്റി അവർ. ഓക്കെ, ഇത് ഇവിടെ ഒരു അൺലിമിറ്റഡ് സാധനം കിടക്കുന്നത് കണ്ടോ. ഒരു 6000 ടങ്കയുടെ സാധനം 35 GB കിട്ടും. പിന്നെ ഒരു 35 GB അഡീഷണൽ കിട്ടും. 1 മാസത്തേക്കുള്ള വാലിഡിറ്റിയാണ് കേട്ടോ. അപ്പം ഉള്ളതിൽ കുറച്ചധികം ഡേറ്റ കൂടുതൽ കിട്ടുന്നത് ടെലി2വിനാണ്. അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതാണ് എടുത്തത്. പിന്നെ ഉള്ളത് അൾട്ടലാണ്. അൾട്ടലിന് ഈ ഒരു 6000 റുപ്പീസിന് വരുവാണെങ്കിൽ 20 GB സംതിങ് ഒക്കെ കിട്ടത്തുള്ളൂ. ഡേറ്റ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ ടെലി2 എടുത്തോ. ടെലി2 ആണ് ഞാൻ ആക്ച്വലി എടുത്തത്. ഡേറ്റ കൂടുതൽ കിട്ടും 6000 ടങ്കയ്ക്ക്. ഓക്കെ, 6000 ടങ്കയാണ് ഇവിടെ വില. ഇതും ആ ഒരു റേഞ്ചിലാണെങ്കിൽ ഡേറ്റ കുറച്ച് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്മിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇതേ അവൈലബിൾ ആണ്. ഈ ഒരു അൾട്ടൽ, ടെലി2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ സിമ്മ് നിങ്ങൾക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ സിമ്മ് മേടിച്ചു, പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് ഹോട്ടലിലേക്ക് പോയാൽ മതി. ബാക്കി കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നേരം വെളുത്ത് കേട്ടോ. 5:45 ആയപ്പോഴും നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോൾ എന്തായാലും ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് പോട്ടെ.
അത് അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെയിറ്റിംഗ് റൂമിൽ എങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് നമുക്ക് രാത്രിയായിരുന്നു അൽമാട്ടിയിലേക്കുള്ള ഫ്ലൈറ്റ്. എയർ അസ്താനയുടെ ഫ്ലൈറ്റിലാണ് നമ്മൾ ആക്ച്വലി അൽമാട്ടിയിലേക്ക് വന്നത്. അതിന് ഏകദേശം ഒരു 14,000 രൂപ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു മിനിമം ഒരു 1.5 അല്ലെങ്കിൽ 2 മാസമെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ റേറ്റിന് കിട്ടും. ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇമിഗ്രേഷനിൽ നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവും എന്ന് ചോദിച്ചു. വേറെ അക്കോമഡേഷൻ പ്രൂഫോ വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. പാസ്പോർട്ട് മേടിച്ചു. ടൂറിസ്റ്റ് ആണോ, എത്ര ദിവസം ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോഴേ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തന്നു. പിന്നെ കസ്റ്റംസിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പുറത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് ഇവിടുന്ന് സിം കാർഡും അതുപോലെ തന്നെ കറൻസി എക്സ്ചേഞ്ചും ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ബേസിക്കലി കസാക്കിസ്ഥാനിലെ പൈസ എന്ന് പറയുന്നത് കസാക്കിസ്ഥാൻ ടെങ്കയാണ്. അപ്പം 1 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5.50, ഒരു 6 രൂപ കൂട്ടിക്കും. അപ്പോൾ ഒരു കസാക്കിസ്ഥാൻ ടെങ്ക എന്ന് പറയുന്നത് 6 ഇന്ത്യൻ രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൈസ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് പൈസയായിട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാശുമായിട്ട് അടിച്ച് പൊളിക്കാനായിട്ട് പറ്റും. പിന്നെ ഉസ്ബെക്കിസ്ഥാൻ പോലെ തന്നെ ഭയങ്കര ഒരു എക്സ്പെൻസീവ് കൺട്രി ഒന്നുമല്ല. ഉസ്ബെക്കിസ്ഥാനെ പോലെ തന്നെ ചീപ്പായിട്ടുള്ളൊരു കൺട്രിയാണ്. ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ആവട്ടെ അതൊക്കെ ഭയങ്കര ചീപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പം സമയം ഇപ്പോൾ രാവിലെ ഒരു 7 മണിയാവുന്നു. ഞാനൊരു 1 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ടൗണിലേക്ക് പോകും. എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് സിറ്റി സെൻറ്ററിലേക്ക്. അപ്പോൾ അത് നമുക്ക് പോകാനായിട്ട് ആക്ച്വലി ഒന്നുകിൽ യാൻഡെക്സ്, അപ്പം കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ടാക്സി യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യാൻഡെക്സ് ഗോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടുന്ന് സിം എടുക്കുമ്പോഴത്തേക്ക് ആ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ക്യാബ് ബുക്ക് ചെയ്ത് പോകാം. ക്യാബ് ഭയങ്കര ചീപ്പാണ്. ഏകദേശം ഒരു 200 രൂപ, ഇന്ത്യൻ മണി 200 രൂപയൊക്കെ ആവത്തുള്ളൂ ഇവിടുന്ന് സിറ്റി സെൻറ്റർ വരെ പോകാനായിട്ട്. അതിലും ചീപ്പായിട്ട് നമുക്ക് എയർപോർട്ടിൻ്റെ മുമ്പിൽ നിന്ന് ബസ് കിട്ടും. ബസ് പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 രൂപയോ 20 രൂപയോ 30 രൂപയ്ക്കോ അങ്ങോട്ടേക്കായിട്ട് സിറ്റി സെൻറ്ററിൽ പോകാൻ പറ്റും. എയർപോർട്ടിൽ നിന്ന് 8692 ഈ 2 നമ്പറിലുള്ള ബസ്സുകൾ ബേസിക്കലി സിറ്റി സെൻറ്ററിലോട്ട് പോകുന്നതാണ്. അസെൻഷൻ കത്തീഡ്രലിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചിലപ്പം ബസ്സിന് പോകും, അല്ലെങ്കിൽ യാൻഡെക്സിൽ പോകാം എന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം പിന്നെ കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് അസ്താനയാണ്. മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്ന അൽമാട്ടി ആയിരുന്നെങ്കിലും കറൻ്റ്ലി കസാക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസ്താനയാണ്. ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ്. എങ്കിലും ക്രിസ്ത്യൻസും ഹിന്ദുസും ബുദ്ധിസും ഒക്കെ അത്യാവശ്യം ഉള്ളൊരു രാജ്യം കൂടി തന്നെയാണ് ഈ ഒരു എന്താ പറയുക കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നീട് റഷ്യയുമായിട്ടും ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ ഇതുമായിട്ടൊക്കെ ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ 9th ലാർജസ്റ്റ് കൺട്രിയാണ് കസാക്കിസ്ഥാൻ. അപ്പോൾ ഇവിടുത്തെ മൗണ്ടെയ്ൻസും ലാൻഡ്സ്കേപ്പുകളും ഒക്കെയാണ് മെയിനായിട്ട് കസാക്കിസ്ഥാനിലോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ. സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു ഈ ഒരു കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. 1991 വരെ സോവിയറ്റ് യൂണിയൻ്റെ കീഴിലായിരുന്നു. അതിനുശേഷമാണ് സ്വാതന്ത്ര്യം നേടി സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ടുള്ള കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഏരിയയായിട്ട്. അപ്പോൾ കസാക്കിസ്ഥാനിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അൽമാട്ടിയാണ്. അൽമാട്ടി അല്ലാതെ നിങ്ങൾക്ക് അസ്താന കവർ ചെയ്യാൻ പറ്റും. പിന്നീട് ഷിംകൻഡ്, ടർക്കിസ്ഥാൻ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെയാണ് മേജറായിട്ട് നിങ്ങൾ ഈ പറയുന്ന കസാക്കിസ്ഥാനിൽ വരുന്നു എന്നുണ്ടെങ്കിൽ കാണേണ്ട സ്ഥലങ്ങൾ. അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്നത് എക്സിറ്റ് ചെയ്തിട്ട് ആ സിം കാർഡിൻ്റെ അവിടെ നിന്നൊക്കെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ATM കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാസ്പി എന്ന് പറയുന്ന ഒരു ബാങ്കാണ് ഇവിടുത്തെ ഫേമസ് ബാങ്ക്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന 2 അവരുടെ ATMs ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നിങ്ങൾ പൈസയൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ATMിൽ നിന്നും ആക്ച്വലി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നാട്ടിൽ നിന്ന് ക്യാഷ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ രൂപ കൊണ്ടുവരരുത്. എപ്പോഴും നിങ്ങൾ ഇന്ത്യൻ മണി അവിടുത്തെ ഏതെങ്കിലും ഒരു എന്താ പറയുക മണി എക്സ്ചേഞ്ച് സെൻറ്ററിൽ പോയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് US ഡോളർ ആക്കുക. US ഡോളർ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ കസാക്കിസ്ഥാനി ടെങ്കയായിട്ട് മാറ്റി മേടിക്കേണ്ടത്. എന്നാലേ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ക്രെഡിറ്റ് കാർഡോ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആക്കിയുള്ള ഡെബിറ്റ് കാർഡോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ATMകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
പിന്നീട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട 2 ആപ്ലിക്കേഷനാണ്. ഒന്ന് യാൻഡെക്സ് ഗോ, നമ്മുടെ നാട്ടിലെ ഊബർ ഓലയൊക്കെ പോലെ. അപ്പോൾ ആ ഒരു യാൻഡെക്സ് ഗോ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ടാക്സീസ് ബുക്ക് ചെയ്യാൻ പറ്റും, ഫുഡ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നീടുള്ളത് 2GIS എന്ന് പറയുന്ന ഒരു മാപ്പുണ്ട്. അല്ലെങ്കിൽ യാൻഡെക്സിൻ്റെ മാപ്പ് ഡൗൺലോഡ് ചെയ്യുക. കാരണം ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര വൈഡാണ്. ട്രാൻസ്പോർട്ടേഷനായിട്ട് നമുക്ക് ടാക്സീസ് യൂസ് ചെയ്യാം, ബസ്, ട്രെയിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 2GIS അല്ലെങ്കിൽ യാൻഡെക്സ് മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓരോ റൂട്ടിലേക്ക് ഏത് ബസ് പോകുന്നു. കാരണം ഇവിടെ ബസ് റൂട്ട് എന്ന് പറയുന്നത് എല്ലാ റൂട്ടുകളിലും നല്ല രീതിയിൽ വെൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് യാൻഡെക്സ് ഉപയോഗിച്ച് ടാക്സിയിലും ക്യാബിലും ഒന്നും പോകണ്ട, ബസ്സിൽ പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ 2GIS എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പുകൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ ബസ് സ്റ്റോപ്പുകളിൽ ബസ് എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റും, കാണാൻ പറ്റും. ലൈവ് ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക്, അപ്പം നിങ്ങൾക്കിപ്പം ഈ പറയുന്ന കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഷിംബുലാക്കിൽ പോകാം, അല്ലെങ്കിൽ കോക്ടോബ, ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ നിങ്ങൾക്ക് ബസ്സിൽ പോകാനായിട്ട് പറ്റും. ടാക്സി യൂസ് ചെയ്യണം എന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ഒരു 2GIS എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബസ്സിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നിങ്ങൾ കൂടുതൽ, അതായത് ബസ്, മെട്രോ, അതൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓനെ എന്ന് പറയുന്നൊരു ട്രാവൽ കാർഡ് മേടിക്കാൻ പറ്റും. അത് എയർപോർട്ടിൽ മേടിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. അതല്ലെങ്കിൽ ഓനയുടെ ഓഫീസുകൾ അൽമാട്ടി സിറ്റി സെൻറ്ററിൽ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആ കാർഡ് മേടിക്കുകയാണെങ്കിൽ, കാർഡ് എനിക്ക് തോന്നുന്നു 500 ടെങ്കയോ മറ്റോ ആണ്. അതിൽ 350 ടെങ്കയോ മറ്റോ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. എന്നിട്ട് പിന്നെ ഒരു 200 ടെങ്കയോ അതിൽ ബാലൻസ് കാണും. പിന്നെ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് കിയോസ്കുകൾ അൽമാട്ടിയിലെ സിറ്റികളിലെല്ലായിടത്തും റോഡ് സൈഡിൽ കിയോസ്ക് വെച്ചിട്ടുണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്കത് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓനെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 150 ടെങ്കയോ 100 ടെങ്കയോ അങ്ങാണ്ടേ ഉള്ളൂ. അത് ബസ്സിനകത്തും മെട്രോയ്ക്കകത്തും ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ മെട്രോയിലോ ബസ്സിലോ ഒക്കെ കയറി ഡയറക്റ്റ് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ 200 ടെങ്കയാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഓനെ കാർഡ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. റീചാർജിങ് ലൊക്കേഷൻസിൽ പോയിട്ട് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ആ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കസാഖിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഓനെ ട്രാവൽ കാർഡ് മസ്റ്റായിട്ട് മേടിച്ചിരിക്കണം. എന്നിട്ട് അത് റീചാർജ് യൂസ് ചെയ്യുക. തിരിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കാർഡ് തിരിച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്പോസിറ്റ് മണി 350 ടെങ്കയും നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പം ആ ഒരു ഓനെ കാർഡിൻ്റെ കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക. കസാഖിസ്ഥാനിൽ വരുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ ഓനെ കാർഡ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ താഴെ നിന്ന് ജസ്റ്റ് മുകളിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഹാൾ കേട്ടോ. ഡിപ്പാർച്ചർ ഹാളിൻ്റെ അവിടെയും കുറച്ച് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൈസ ഇട്ടെടുക്കാവുന്ന കുറച്ചധികം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ എന്നാണ് എപ്പോഴും വരുന്നത്. കസാഖിസ്ഥാൻ്റെ കുറേ കാഴ്ചകളാണ്. അങ്ങ് ദൂരെ മഞ്ഞ് മൂടിയ മലനിരകൾ കാണുന്നത് കണ്ടോ. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ. അതല്ലാതെ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇതേ ഇവിടുത്തെ കടല്ലേ. ഈ ഒരു സൈഡിലാണ് നമ്മുടെ ഡിപ്പാർച്ചർ ഹാളും ബാക്കി സംഭവങ്ങളൊക്കെ വരുന്നത്. എയർ ആസ്താനയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് ഇൻഡിഗോയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഇവിടെ ഇഷ്ടംപോലെ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളും ബാക്കി ഐറ്റംസൊക്കെ. അപ്പം യൂഷ്വലി നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള കണക്ക് തന്നെ മുകളിൽ ഡിപ്പാച്ചറും താഴെ അറൈവലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എയർപോർട്ടുള്ളത്. ഇതിൻ്റെ പുതിയ ടെർമിനലാണ് കേട്ടോ. എനിക്കൊന്ന് ഇൻ്റർനാഷണൽ ടെർമിനൽ ഇപ്പോൾ ഇവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ചെറിയ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഇത് രാവിലെ വന്നിട്ട് കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിനപ്പുറത്തൊരു ടെർമിനലുണ്ട്, അതാണ് പഴയ ടെർമിനൽ. കുറേ ഫ്ലൈറ്റുകളൊക്കെ അവിടെ വരുന്നത് കണ്ടു. എനിക്കൊന്ന് ഡൊമസ്റ്റിക് ആയിരിക്കണം ഇപ്പോൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ്റെ സംഭവങ്ങളും ഇമിഗ്രേഷൻ അല്ലേ, ഇവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് അകത്തോട്ട് കയറി പോകുന്ന പരിപാടിയാണ്. ഓക്കെ ഫൈൻ. ഈ കണ്ടില്ലേ. അപ്പോൾ ഇതിനകത്തോട്ട് പോയിട്ടാണ് പിന്നെ ബാക്കി ഇമിഗ്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റും. പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കാണാം. പുറത്തിറങ്ങിയപ്പോൾ അകത്ത് കയറാൻ പറ്റാതാവുമോ? അല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം. ഓക്കെ, എന്തായാലും പുറത്തിറങ്ങാം. ഇവിടെ പിന്നെ ഈ എയർപോർട്ടുകളിൽ സെക്യൂരിറ്റി ചെക്കിനും പരിപാടിയൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് ഒരു 19 പേര് വന്ന് ചെക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട്. ഇവിടെ അങ്ങനെയുള്ള പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെൽക്കം ടു എന്തോ അവിടെ വെച്ചിട്ടുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം മഞ്ഞുമൂടിയ മലകളാണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അതേ കണ്ട മൗണ്ടെയിൻസ് ആണ് കേട്ടോ. സ്നോ ക്യാപ്ഡ് മൗണ്ടെയിൻസ് ആണ് ആ കാണുന്നത് ഫുള്ള്. ഇതാണ് അൽമാട്ടി എയർപോർട്ടിൻ്റെ പുതിയ ടെർമിനൽ കണ്ടോ. താഴെയാണ് അറൈവൽ, മുകളിൽ ഡിപ്പാർച്ചർ. അത് പഴയ ടെർമിനലാണ്. ആ കാണുന്നതാണ് പഴയ ടെർമിനൽ.
ഇവിടെ നമുക്ക് ബ്ലൂ സ്കൈ ടാക്സി എന്ന് പറഞ്ഞ ടാക്സിയിൽ കിടക്കുന്ന കാണാം. ബാക്കി യാൻഡെക്സ് ഗോയുടെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന കാണാം. അപ്പോൾ ഇവിടെ നിന്നാണ് യാൻഡെക്സിൻ്റെ പിക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ നിന്ന് ആൾക്കാർ യാൻഡെക്സിൽ കയറി പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സൈഡിലാണ് സിറ്റി സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ എക്സിറ്റ് ഇറങ്ങിയിട്ട് നടന്നത് ആ ഒരു സൈഡിലോട്ട് പോകണം. ആ ഒരു സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് കയറുന്നത് എയർപോർട്ടാണ്. ആ കാണുന്ന ആ ഒരു മഞ്ഞ ബോർഡ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. ആ ഒരു മഞ്ഞ ബോർഡ് കണ്ടില്ലേ? മഞ്ഞ ബോർഡിൻ്റെ താഴെ സ്ട്രെയിറ്റ് റോഡാണ്. അവിടെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആക്ച്വലി എയർപോർട്ടിലോട്ട് വരാൻ പറ്റും. എയർപോർട്ടിനകത്ത് ബസ് വരത്തില്ല കേട്ടോ. അപ്പോൾ എയർപോർട്ടിനകത്ത് ബസ് കയറില്ല. എയർപോർട്ടിന് മുമ്പിലുള്ള ഒരു റോഡ് പാരലായിട്ട് അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ ബസ്സുകൾ വരുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടെ പോയിട്ട് അവിടെ നിന്ന് ബസ് കയറി സിറ്റി സെൻറ്ററിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട് ആക്ച്വലി. ബൈ ദ വേ നമ്മൾ വന്നിരിക്കുന്നത് ഏപ്രിൽ മാസമാണ്. ഇന്ന് ഏപ്രിൽ 10-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിയാകുന്നു. നല്ല തണുപ്പുണ്ട്. ഇവിടെ മാർച്ച് വരെ നല്ല വിൻ്ററാണ്, സ്നോയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിൻ്റർ അങ്ങോട്ട് കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് പുറത്ത്. നല്ല രസമുണ്ട്. എന്തായാലും വെയിലും ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രിംഗ് സീസണും ഓട്ടം സീസണും ഈ ഒരു ഏപ്രിൽ മെയ് പിന്നീട് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയമൊക്കെയാണ് കസാക്കിസ്ഥാൻ അല്ലെങ്കിൽ അൽമാട്ടി വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബെസ്റ്റ് സമയം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ അകത്തോട്ട് പോട്ടെ, എന്നിട്ട് താഴെ പോയിട്ട് നേരെ പുറത്തോട്ട് പോകണം. അപ്പോൾ ഇത് എയർപോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല തണുപ്പുണ്ട്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. കൊള്ളാം. അപ്പോൾ ഇത് ഇവിടെ അൽമാട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വെൽക്കം ടു അൽമാട്ടി എന്നാണോ എന്തോ അറിയാൻ വയ്യ, എന്തോ സാധനം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് അൽമാട്ടി ഇൻ്റർനാഷണൽ അറൈവൽസും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടും. യാൻഡെക്സ് ഗോയും ടാക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ നടന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ആ ഒരു സൈഡിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലടിച്ചപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഇങ്ങനെ പുറത്തേക്ക് നടക്കുന്നു. അപ്പോൾ എയർപോർട്ടിൽ ഇറങ്ങി ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. 5 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ബസ് സ്റ്റോപ്പ് എത്തുന്നത്. ഈ ബസ്സുകൾ പോകുന്നുണ്ട്. ഈ ബസ്സിനകത്തൊക്കെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം 86ഉം 92ഉം ഒക്കെ അൽമാട്ടി സിറ്റി സെൻറ്ററിൻ്റെ സൈഡിൽ ആ ഒരു അസെൻഷ്യൽ കത്തീഡ്രൽ ആ ഒരു അർബാത്ത് സ്ട്രീറ്റ് ഏരിയയിലോട്ടൊക്കെ പോകുന്ന ബസ്സുകളാണ്. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ. അപ്പോൾ സ്മോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് കേട്ടോ. സ്മോൾ എന്നാണ് ഇതിൻ്റെ പേര്. വെൽക്കം ടു അൽമാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിൽ പോകണം, ബസ് കയറണം, പോകണം. അപ്പോൾ ഒരു 86 ആകുമ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിനകത്ത് കയറാമെന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ്സിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടില്ലേ? അതും 86 ആണല്ലോ. അതും 86, ഇതും 86. 2 86 ബസ്സുകൾ പോകണം. അപ്പോൾ ഈ ബസ്സിൽ കയറി വന്നിട്ട് ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ബസ് കയറിയിട്ട് സിറ്റി സെൻറ്ററിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 200 ടങ്കയാണ് ഇതിനകത്ത് ചാർജ്. യൂഷ്വലി ഇവിടെ നമ്മൾ ബസ്സിൽ കയറി ഇങ്ങനെ പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിക്കുന്ന സമയത്ത് ടിക്കറ്റ് മേടിക്കണം എന്നാണ്, അല്ലെങ്കിൽ ചെക്കിംഗ് ഒക്കെ വരുന്ന സമയത്ത് പ്രശ്നമാകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഡ്രൈവറോട് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നോ എന്നാണ് പറഞ്ഞത്. എന്താ സംഭവം എന്നറിയാൻ വയ്യ. എന്തായാലും നോക്കാം. ഫോനെ കാർഡാണെങ്കിൽ നമുക്ക് ആയിരിക്കുന്ന ആ ഒരു കാർഡ് മെഷീനാണ്, സ്വൈപ്പിംഗ് മെഷീൻ. അതിനകത്ത് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് പോയാൽ മതി. പക്ഷേ പൈസയാകുമ്പം പൈസ കൊടുത്ത് ബാക്കി മേടിക്കുമ്പോൾ നമ്മൾ ടിക്കറ്റ് മസ്റ്റായിട്ട് മേടിച്ചിരിക്കണം. കാരണം ഇടയ്ക്ക് ടിക്കറ്റ് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് പ്രശ്നമാകും. അതായത് എനിക്ക് കിട്ടിയിട്ടില്ല, നോക്കാം. അപ്പം ബസ് സ്റ്റോപ്പിൽ ബസ് വന്ന് ഇറങ്ങിയിട്ട് ഹോട്ടലിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയിൽ ഉള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ കിട്ടും. നമുക്ക് ഇതിനകത്തൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം ആക്ടിവേറ്റ് ചെയ്തിട്ട് സ്ട്രീറ്റ് റോമിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ ഹോട്ടലിന് അങ്ങോട്ട് പോട്ടെ, ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇപ്പം ഷിബക് ഷോലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അൽമാട്ടിയിൽ അത്യാവശ്യം ഒരു നല്ലൊരു 11ഓളം സ്റ്റേഷൻസ് ഉള്ളൊരു മെട്രോ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനടുത്തായിട്ടാണ് ആക്ച്വലി എൻ്റെ ഹോട്ടൽ വരുന്നത്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ തപ്പി പിടിച്ചിട്ട് കയറി ചെക്ക് ഇൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സ്ട്രീറ്റിലൂടെ.
അപ്പോൾ ദേ ഈ കാണുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ബാക്കിലുള്ള ബിൽഡിങ്ങിലാണ് ആക്ച്വലി എൻ്റെ ഹോട്ടൽ വരുന്നത്. അപ്പോൾ ഇതൊരു 24/7 തുറന്നിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തുള്ള ദേ അപ്പാർട്ട്മെൻറ്റാണ് ദേ ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇതുവഴി കാണുമായിരിക്കും എൻട്രൻസ്. എന്തായാലും നോക്കാം. ലെറ്റ്സി തപ്പി നോക്കട്ടെ, തപ്പതേ പോക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ ബാത്റൂം ദേ ഇങ്ങനെയാണ് കണ്ട. ഇതിനകത്ത് ദേ കണ്ടില്ലേ, ഇവിടെ അങ്ങനെ ഒരു ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്ത് ടബാണ് ആക്ച്വലി നമുക്ക് തന്നിരിക്കുന്നത്. ബാത്ത് ടബ് അത്യാവശ്യം എന്താ പറയുക, സോപ്പ്, ചീപ്പ്, കണ്ണട അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ്, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ടവലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വൈപ്സ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ കണ്ടില്ലേ, ബാത്റൂമൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. സോപ്പ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. കിട്ടില്ല സംഭവം. വാവ്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇത് ആക്ച്വലി ഒരു 1 BHK അല്ല 1 RK എന്ന് പറഞ്ഞൊരു ടൈപ്പാണ്. നമുക്കൊരു കൗച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതേ നമുക്കൊരു ബെഡ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ TV, ഈ ഒരു സൈഡിൽ നമുക്ക് ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഇതേ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കെറ്റിൽ, കുറേ കുപ്പി സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. മൈക്രോവേവ് ഓവൻ, ഫ്രിഡ്ജ് തന്നിട്ടുണ്ട്. നീ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പാണ്. താഴത്തെ ഫ്രിഡ്ജ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഇവിടെ നമുക്കൊരു അടിപൊളി എന്താ പറയുക, തുണി ഉണക്കി ഇടാനുള്ള സംഭവങ്ങൾ. ഇവിടെ ഉള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ദേ ഇങ്ങനെയാണ് കണ്ട. ഓ മോനെ, ഒരു രക്ഷയില്ല. കിട്ടിലൻ സെറ്റപ്പ് കേട്ടോ. കിട്ടിലൻ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ കസാക്കിസ്ഥാനിൽ ആക്ച്വലി കൂടുതലും നമുക്ക് 3 ടൈപ്പ് ഓഫ് അക്കോമഡേഷനാണ് കിട്ടുന്നത്. ഒന്ന് നമുക്ക് ഹോസ്റ്റൽസ് എടുക്കാം, ഭയങ്കര ചീപ്പിന് ഒരു 1000-1500 റേറ്റുണ്ടെങ്കിൽ 1000-ന് താഴെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നീടുള്ളത് ഈ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഇതൊരു 2000-3000 ആ റേഞ്ചിനൊക്കെ കിട്ടും. അപ്പോൾ ഇതെനിക്കൊരു 2000-നകത്ത് പെട്ടെന്നൊരു ഓഫറിന് വന്നപ്പോഴേക്ക് എനിക്ക് കിട്ടിയൊരു സാധനമാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്തു. കുറേ ഇന്ത്യൻസ് ഇവിടെ താമസിച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നീടുള്ളത് ഹോട്ടലാണ്. ഹോട്ടൽസ് ഒരു 4 രൂപയ്ക്കൊക്കെ പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതിനൊക്കെയുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഈ ഒരു സംഭവങ്ങളും സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടും. കണ്ടില്ലേ, ആ ഒരു ഫുള്ള് കൗച്ചി കിടന്നുറങ്ങാം, ബെഡിൽ കിടന്നുറങ്ങാം, AC കാര്യങ്ങളൊക്കെ ഉണ്ട്, TV ഉണ്ട്, ഫുൾ സെറ്റപ്പും വൈബും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂം. അപ്പോൾ അടുത്തൊരു 4 നൈറ്റ് നമ്മൾ കസാക്കിസ്ഥാനിൽ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരിക്കും താമസിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസത്തെ കാഴ്ചകൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിലെ മറ്റൊരു അടിപൊളി വിശേഷവുമായിട്ടും ഇവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.